നമസ്കാരം. അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ആരും ഒരാളെന്ന ഹൃദ്യമായ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ കാണാത്ത തലങ്ങളിൽ നിൽക്കുന്ന ചില അദൃശ്യ ശക്തികൾ, അത് ഓരോരുത്തരുടെ ജീവിതത്തിലും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അത്തരമൊരു പരിപാടിയാണ്. അതിലൂടെ നമ്മൾ അന്വേഷിക്കുന്ന വ്യത്യസ്തമായ പ്രതിഭകളുടെ ഒരു ഓർമ്മകളുടെ ശേഖരം. ഇന്ന് അത്തരത്തിലുള്ള അനുഭവം നമ്മുടെ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് മലയാളികളുടെ സംഗീത വിസ്മയം ഒരുക്കുന്ന ശ്രീ എം ജയചന്ദ്രൻ. ഇവിടെ ഞാൻ ആധികാരികമായിട്ട് ചോദിക്കും, നമ്മുടെ വിഷയം അറിയാമല്ലോ, ആരോ ഒരാൾ ഒരു അദർശ്യതയിൽ വന്ന് നിൽക്കുന്ന ഒരു ശക്തി. ചിലർക്കത് ഫിസിക്കലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫീൽ ചെയ്ത് കാണാതെ അറിയുന്നൊരു ഇതായിരിക്കാം. നമുക്കത് പറഞ്ഞു തുടങ്ങാം. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നത്? മനസ്സിലായി. എപ്പോഴും എനിക്ക് തോന്നാറുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ശക്തി, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന എനർജി നമ്മുടെ ജീവിതം തന്നെ നമുക്ക് ഹോപ്പ്ഫുള്ളാക്കുന്നതും അത് മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ ശക്തമായിട്ട് വരുമെന്നും നമ്മളെ ധരിപ്പിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശക്തി. അതെന്ന് പറയുന്നത് എപ്പോഴും ഗുരുക്കന്മാരുടെ അനുഗ്രഹം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗു എന്ന വാക്കിൻ്റെ അർത്ഥം അന്ധകാരമെന്നും രു എന്ന് പറയുന്നത് അത് മാറ്റുന്നതും. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള അന്ധകാരത്തിനെ മാറ്റുന്നതാരോ അത് ഗുരു. അപ്പോൾ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മൾ തമസോമ ജ്യോതിർഗമയ ആ ജ്യോതിസിലേക്ക് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ഗുരുനാഥനാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പരമേശ്വരൻ പിള്ള സാർ എൻ്റെ മലയാളം അധ്യാപകനായിരുന്നു. സ്കൂളിലല്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ മലയാളം ട്യൂഷന് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ രാവിലെ 6 മണിക്ക് അവിടെ ചെല്ലണം. അപ്പോൾ പ്രഭാതത്തിൽ തന്നെ എണീറ്റ് കുളിച്ച് ചെന്ന് ഒരു ധ്യാനം പോലെ വേണം പഠിക്കാനെന്ന് എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം എഴുതി വയ്ക്കും, നാളെ ആർക്കെന്ത് വരുമെന്നറിയാവല്ലൊരുത്തനും ഇന്നേ ചെയ്തതിനാൽ ധീമാൻ നാളെ ചെയ്യേണ്ട വൃത്തികൾ എന്ന്. ഇത് ദിവസവും ബോർഡിൽ എഴുതിയിടും, എന്നിട്ട് എന്നെ കൊണ്ട് എഴുതിപ്പിക്കും. അപ്പോൾ നാളെ എന്താണ് ആർക്ക് എന്ത് വരുമെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഇന്നേ ബുദ്ധിമാൻ ധീമാൻ ഇന്നേ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു വയ്ക്കും എന്നുള്ളത്. അപ്പോൾ ജീവിതത്തിൽ സിസ്റ്റമാറ്റിക് ആവണം എന്ന് പഠിപ്പിച്ച ഗുരുനാഥനാണ്. അപ്പോൾ ഈ പ്രഭാതത്തിൽ എണീറ്റ് ഗുരുനാഥനെ കാണുകയും ഗുരുനാഥൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടുകയും ചെയ്യുന്നതെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ അറിയുന്നത്. പിൽക്കാലത്ത് പല ഈണങ്ങളും ഈ പ്രഭാതങ്ങളിലാണ് എനിക്ക് സൃഷ്ടിക്കേണ്ടി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളതെന്നുള്ളതാണ്. പലപ്പോഴും ഉറക്കത്തിൽ നിന്ന് തന്നെ ഈ ചില ഈണങ്ങൾ നമ്മളെ അസ്വസ്ഥമായി ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കളിയാടിക്കൊണ്ടിരിക്കുകയും അത് വെളിയിലേക്ക് വരുന്നത് ചില പ്രഭാതങ്ങളിലാണ്. അത് ഇപ്പോൾ ബ്രാഹ്മമുഹൂർത്തം അല്ലെങ്കിൽ അതിനുശേഷമുള്ള പ്രഭാതത്തിലേക്ക് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തുള്ള ആ സമയം ഒക്കെ. അപ്പോൾ അവിടെയൊക്കെ ഞാൻ എപ്പോഴും പരമേശ്വരൻ പിള്ള സാറിനെ കുറിച്ച് ഓർക്കാറുണ്ട്. അദ്ദേഹം ആ പ്രഭാതങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുന്ന പ്രഭാതങ്ങളിലൂടെ അദ്ദേഹം എനിക്ക് പകർന്നു തന്ന അറിവും ആ അറിവിലൂടെ ഞാൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ ശക്തി, ഞാൻ സ്വായത്തമാക്കിയ ശക്തിയും ഒക്കെ അദ്ദേഹത്തിൽ കൂടി തിരിച്ചറിയുന്നതാണ്. ഇങ്ങനെ പിൽക്കാലത്ത് സംഗീതത്തിൻ്റെ വഴികളിൽ വന്നു നമ്മുടെ വിഷയമായിട്ട് വന്നു. ചിലർക്ക് ഫിസിക്കലി നമ്മുടെ വിഷയത്തിൽ പറയുന്നത് ഒരു ദിവസം കണ്ടു മറന്നൊരു മുഖമോ അങ്ങനെയാണ്. അപ്പോൾ കുട്ടികളുടെ പുറത്തുള്ള അങ്ങനെ ഒരു കാര്യമില്ല, ഞാൻ പറയാൻ എനിക്കറിയാം. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പേര് നമ്മളെ കൈപിടിച്ച് നടത്തിയ, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പുതിയ ഈണം സൃഷ്ടിക്കാൻ നമ്മൾ ഇരിക്കുന്നൊരു കാത്തിരിപ്പ്, ഒരു വേദന, അല്ലെങ്കിൽ ഒരു സർഗസൃഷ്ടി, ഈ സമയത്തൊക്കെ നമ്മളെ തൊടുന്ന അതൊരു പക്ഷേ ദൈവീയ സ്പർശമാകാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഗുരുനാഥന്മാരുടെ അനുഗ്രഹം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവത്തിൻ്റെ ഏതെങ്കിലും ഒരു ചില പാട്ടുകളുടെ നമ്മളറിയാതെ ഈണങ്ങൾ ചെയ്യുന്ന സമയത്ത് അറിയാതെ ചില വരികൾ നമ്മൾ വരാറുണ്ട്. ഇപ്പോൾ അതിന് ഏറ്റവും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം ലോഹിതദാസ് സാറിനെ ഈണമായിട്ട് കേൾപ്പിച്ചത് തന്നെ കോലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ എന്നാണ്. ആ ലിറിക്കോട് കൂടിയാണ് അദ്ദേഹത്തിന് കേൾപ്പിച്ചത്. എനിക്ക് ഇപ്പോഴും അറിയില്ല എന്തുകൊണ്ട് ഞാനങ്ങനെ കോലക്കുഴൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് കോലക്കുഴൽ സാറിന് ഓടക്കുഴൽ എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ആ സമയത്ത് എനിക്ക് കോലക്കുഴൽ എന്ന് പാടാൻ തുടങ്ങി എന്നുള്ളത് എനിക്ക് ഇതുവരെ അറിഞ്ഞുകൂടാ. അതൊരു സത്യമാണ്. അപ്പോൾ പിൽക്കാലത്ത് ഞാൻ ഗിരീഷ് ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ കോലക്കുഴൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, ഓടക്കുഴലുമായിട്ടുള്ള? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കോലമുള കൊണ്ടുള്ള കുഴലാണ് കോലക്കുഴൽ. അത് വച്ചിട്ടാണ് ഭഗവാൻ കൃഷ്ണൻ ഈ പശുക്കളെ മേച്ച് നടന്നത്. കാരണം അതിന് വളരെ നീളം കൂടുതലായിരിക്കും. അപ്പോൾ കോലമുളയാണ് കൂടുതൽ, അല്ലെങ്കിൽ കോലക്കുഴലാണ് കൂടുതലും ഭഗവാൻ ഇഷ്ടമുള്ളത്. അങ്ങനെ ഈ പാട്ട് ഈണം ചെയ്യുകയും ഇതിങ്ങനെ പാടുകയും ചെയ്തപ്പോൾ ലോഹിതദാസ് സാറിന് വളരെ ഇഷ്ടപ്പെട്ടിട്ട് സാർ പറഞ്ഞു, ഈ ഈണം മതിയെന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വിനോദ് ഗുരുവായൂർ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. വിനോദ് പറഞ്ഞു ഇത് സാറ് തന്നെ എഴുതിയാൽ മതി, വേറെ ആരും എഴുതണ്ട. അങ്ങനെ ഒരു റൂമിൽ നമ്മളെ രണ്ടുപേരും ഇരുത്തിയിട്ട് വിനോദ് പറഞ്ഞു 1 മണിക്കൂർ സമയം തന്നിരിക്കുന്നു, ഇതിനുള്ളിൽ പാട്ട് എഴുതി തന്നേക്കണം. അപ്പോൾ അങ്ങനെ ലോഹിതാസ് സാറോട്ട് ഇരുന്നു. അപ്പോൾ ഈ കോലക്കുഴൽ വിളി കേട്ടോ രാധേയൻ എന്നുള്ളത് മാറ്റാനായിട്ട് നമ്മൾ ശ്രമം ഒരുപാട് നടത്തി. പലതും സാർ എഴുതി. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ രണ്ടുപേരുടെ മനസ്സിൽ ഈ കോലക്കുഴൽ വിളി കേട്ടോ രാധ എന്നുള്ളത് തന്നെ കിടക്കുകയാണ്. അപ്പോൾ ലോഹിതാസ് സാറ് പറഞ്ഞു ജയ ഇനി അത് മാറ്റണ്ട, ജയൻ പാടിയത് തന്നെ മതി, കോലക്കുഴൽ വിളി കേട്ടോ രാധേ എന്ന് തന്നെ നമുക്ക് പാട്ട് ബാക്കിയുള്ളത്. അപ്പോൾ സാർ എഴുതി കണ്ണൻ എന്നെ വിളിച്ചു എന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ പല സമയങ്ങളിലും അറിയാതെ ചില വാക്കുകൾ നമ്മൾ പാടുന്ന സമയത്ത്, നമ്മൾ ആ ഈണം സൃഷ്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ വരാറുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഭഗവാൻ കൃഷ്ണനാണ് സമർപ്പണം എന്ന് പറഞ്ഞാൽ ആ അദൃശ്യ ശക്തി, അല്ലെങ്കിൽ എനിക്ക് ആ വാക്കുകളും ആ ഈണവും തന്നത് തീർച്ചയായിട്ടും ഭഗവാനാണെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്.